ഓക്കെ, നമുക്കപ്പോൾ ഇനി പ്രോബ്ലംസിലോട്ട് കിടക്കാം. ഒന്ന് റിഫ്രഷ് ചെയ്യാണ്. ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എങ്ങനെയാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ തന്നിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് ഓർ പെർപെൻഡിക്കുലർ ബേസ് ഹൈപ്പോട്ടന്യൂസ് കൺസിഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആംഗിൾ എ ആണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ അതിന് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ആംഗിൾ എ ഇൻക്ലൂഡഡ് അല്ലാതെ ഉള്ള സൈഡാണ്. അതായത് ഈ രണ്ട് സൈഡ്സ് എ സിയും എ ബിയുമാണ് ആംഗിൾ എ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിന് ഓപ്പോസിറ്റായിട്ട് അത് ഇൻക്ലൂഡ് ചെയ്യാതെ വരുന്ന സൈഡ് എന്ന് പറയുന്നത് ബി സി. അതാണ് പെർപെൻഡിക്കുലർ. ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനെയാണ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. ആംഗിൾ എ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആംഗിൾ സൈഡ് ഹൈപ്പോട്ടന്യൂസ് അല്ലാതെ വരുന്ന സൈഡാണ് അഡ്ജസൻറ്റ് സൈഡ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ് സൈഡാണ് ഹൈപ്പോട്ടന്യൂസ് എന്നും പറയുന്നത്. ഓക്കെ, ഇനി ഈ എക്സാമ്പിളിൽ നോക്കൂ, സി ആണ് ആംഗിൾ ഓഫ് റെഫറൻസ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഓർ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എങ്ങനെയാണ് നോക്കുക? സി ഇൻക്ലൂഡ് ചെയ്യാതെ ഉള്ള ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആംഗിൾ ഉണ്ടല്ലോ, അതായത് സി ഫോം ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ്സ് ചേർന്നിട്ടാണ്. എ സിയും എ ബിയും ചേർന്നിട്ടാണ് സി ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം സി ആ രണ്ട് സൈഡ് അല്ലാതെ വരുന്ന സൈഡാണ് ഓപ്പോസിറ്റ് സൈഡ്. അതാണ് സിക്ക് പെർപെൻഡിക്കുലർ. സിയുടെ ആംഗിൾ സി റെഫറൻസ് ആയിട്ട് എടുക്കുമ്പോൾ പെർപെൻഡിക്കുലർ. സോ ആംഗിൾ സി ബേസ് റെഫറൻസ് ആയി എടുക്കുമ്പോൾ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എ ബി. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ആംഗിൾ സി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആംഗിൾ, ദാറ്റ് ഈസ് ദ ബേസ് ഓർ അഡ്ജസൻറ്റ് സൈഡ്. ബി സി ഈസ് ദ അഡ്ജസൻറ്റ് സൈഡ് ഓർ ബേസ് ഹിയർ. ഹൈപ്പോട്ടന്യൂസ് ഈസ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്. 90 ഡിഗ്രി ഇൻക്ലൂഡ് ചെയ്ത് വരാത്ത ഉള്ള സൈഡ്. 90 ഡിഗ്രി രണ്ട് സൈഡ്സ് ഫോം ചെയ്തിട്ടാണ് 90 ഡിഗ്രി ഫോം ചെയ്തിരിക്കുന്നത്. ആ രണ്ട് സൈഡും അല്ലാതെ ഉള്ള സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. സെയിം ഇൻ ദിസ് കേസ് ഓൾസോ. ആൽഫ ആംഗിൾ ആറാണ് റെഫറൻസ്, ആൽഫയാണ് റെഫറൻസ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ദ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഈസ് റൈറ്റ് ആംഗിൾഡ് അറ്റ് 90 at Q. So base is the side opposite to R. Side opposite to R is PQ. So that is not base, perpendicular or opposite side. PQ is the opposite side and QR is the base or adjacent side. Hypotenuse is PR. ഇത് നമ്മൾ ഇതിന് മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, ഒന്നുകൂടി പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു എന്നുള്ളത് മാത്രം. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസിലോട്ട് കടക്കാം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു. ഒരു സൈഡ്സ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിലെ ട്രിഗണോമെട്രിക് വാല്യൂസ് കണ്ടുപിടിക്കണം. സോ ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട്? നമുക്ക് ഓരോ ട്രിഗണോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കണമെങ്കിലും ഹൈപ്പോട്ടന്യൂസും കൂടെ വേണം. അതായത് 3 സൈഡ്സും അറിയുകയാണെങ്കിലേ നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ തന്നിരിക്കുന്ന ട്രയാങ്കിളിൽ നമുക്കറിയാം എ സി ഈസ് ഈക്വൽ ടു 13 ആൻഡ് എ ബി ഈസ് ഈക്വൽ ടു 5 യൂണിറ്റ്സ്. സോ ദ ട്രയാങ്കിൾ ഈസ് റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി. ബിയിലാണ് റൈറ്റ് ആംഗിൾഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിലെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾഡ് ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. സോ എ സി ഇസ് ദി ഹൈപ്പോട്ടന്യൂസ്. AC is the hypotenuse and different angle of reference എടുക്കുന്നതിനനുസരിച്ച് പെർപെൻഡിക്കുലറും ബേസും മാറി വരും. സോ നമുക്ക് എ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബി സി പെർപെൻഡിക്കുലർ ബി സി കണ്ടുപിടിക്കണം. ബി സി ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. സോ ബൈ അപ്ലൈയിങ് പൈത്തഗോറസ് തിയറം വി ക്യാൻ റൈറ്റ് എ സി ഈക്വൽ ടു or AC square equal to AB square plus BC square. AB square is 5 square
പ്ലസ് ബി സി സ്ക്വയർ നമുക്കറിയില്ല, ബി സി സ്ക്വയർ കണ്ടുപിടിക്കണം. എ സി സ്ക്വയർ ഈസ് 13 സ്ക്വയർ. സോ 169 equal to 25 plus BC square we can write, or BC square equal to 169 minus 25, and 169 minus 25 I am writing here the remaining portion. 169 minus BC equal to root of 169 minus 25. 169 minus 25 is 144, or BC is equal to 12 units. കിട്ടി നമുക്ക്. ഇനി നമുക്ക് ഓരോരോ വാല്യൂസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? സൈൻ എ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സൈൻ എ ഈസ്, ദിസ് ഈസ് ആംഗിൾ എ. സൈൻ എ ഈസ്, സൈൻ ഓഫ് എനി ആംഗിൾ ഈസ് perpendicular by hypotenuse or opposite side by hypotenuse, whatever it be. ചില ടെക്സ്റ്റ് ബുക്കിൽ opposite side by hypotenuse എന്നുള്ളതാണ് യൂസ് ചെയ്യുക. ചില ടെക്സ്റ്റ് ബുക്സിൽ അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നുള്ളതാണ്. എങ്ങനെയാണെങ്കിലും കാര്യം ശരി തന്നെയാണ്. നമ്മൾ ആ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡിനെയാണ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. സോ സൈൻ എ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ hypotenuse, or confusion വേണ്ട, രണ്ട് ടേംസും നമുക്ക് യൂസ് ചെയ്യാം. perpendicular by hypotenuse. So angle A, this is angle A. Angle A ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്, എപ്പോഴും ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. ഈ എ ഫോം ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ്സ് ചേർന്നിട്ടാണ്, എ ബിയും എ സിയും. ആ രണ്ട് സൈഡും അല്ലാതെ ഉള്ള വരുന്ന സൈഡാണ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് വരിക. സോ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് ബി സി ആണ്. ബി സി ബൈ ഹൈപ്പോട്ടന്യൂസ് ഈസ് ദ ലാർജസ്റ്റ് സൈഡ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് എന്ത് വരിക? ഹൈപ്പോട്ടന്യൂസ് വരുന്നത്. സോ ബി സി ബൈ എ സി, ബി സി ബൈ എ സി ഈക്വൽ ടു നമുക്ക് കിട്ടി എത്രയാ? ബി സിയുടെ വാല്യൂ നമ്മളിവിടെ എഴുതി വെച്ചതാണ്. ബി സി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ് 12 ബൈ എ സിയുടെ വാല്യൂ എത്രയാണ്? 13. സോ സൈനെ കിട്ടി നമുക്ക് 12 ബൈ 13 ആണെന്ന്. നെക്സ്റ്റ് ഇസ് കോസ് എ. കോസ് എ കണ്ടുപിടിക്കാം. കോസ് എ ഈക്വൽ ടു, കോസ് എ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് or base by hypotenuse. ഏതാണ് adjacent side? Angle of reference is not cos A, it's cos C. Sorry, cos A അല്ല, cos C ആണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് cos C ആണ്. സോ ആംഗിൾ ഓഫ് റെഫറൻസ് സി എടുക്കുന്ന സമയത്ത് അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? അഡ്ജസൻറ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ആംഗിൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള രണ്ട് സൈഡ്സിലെ ഒരു സൈഡാണ്. ഒരു സൈഡ് എന്താണേലും ഹൈപ്പോട്ടന്യൂസ് ആണ്, എ സി ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് വരുന്നത് ബി സി ആണ്, ഓർ ബേസ് എന്ന് വരുന്നത് ബി സി ആണ്. സോ ബി സി ബൈ ഹൈപ്പോട്ടന്യൂസ് ഈസ് എ സി. ബി സി ബൈ എ സി ഈക്വൽ ടു അഗെയിൻ 12 ബൈ 30. നമുക്ക് സൈൻ എയും കിട്ടി, കോസ് സിയും കിട്ടി. 12 ബൈ 13 ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്, ടാൻ എ ആണ് ക്വസ്റ്റ്യൻ. ഞാൻ ഈ ട്രയാങ്കിളിനെ ഒന്ന് കോപ്പി ചെയ്യുകയാണ് അടുത്ത പേജിലോട്ട്. This is our triangle question. കുറച്ച് വലുതാക്കിയിടാം. ഓക്കെ,
ക്വസ്റ്റ്യൻ tan A ആണ് ക്വസ്റ്റ്യൻ അല്ലേ. ഒന്നുകൂടി നോക്കാം. ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് tan A. tan A ആണ് കണ്ടുപിടിക്കേണ്ടത്. tan A കണ്ടുപിടിക്കാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് by adjacent side or perpendicular by base, whatever it be, രണ്ടും സെയിം ആണ്. by base. എക്ക് പെർപെൻഡിക്കുലർ, എയുടെ പെർപെൻഡിക്കുലർ സൈഡ് വരുന്നത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് ബി സി ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് വരുന്നത് ഓർ ബേസ് വരുന്നത് 5 AB ഈക്വൽ ടു ബി സി നമ്മൾ കണ്ടുപിടിച്ചതായിരുന്നു 12 ആണെന്നുള്ളത്. സോ 12/5 ഈസ് tan A. tan A കണ്ടുപിടിച്ചു. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് 1 2 3 കഴിഞ്ഞു. ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് cosec A. cosec A ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാം. cosec A. cosec A is hypotenuse by perpendicular or hypotenuse by opposite side. Hypotenuse by opposite side or hypotenuse by perpendicular. Equal to hypotenuse is AC by opposite side to A. A ക്ക് opposite side എന്ന് പറയുന്നത് cosec C ആണ് ക്വസ്റ്റ്യൻ അല്ലേ. cosec C ആണ്, cosec A അല്ല. സോറി, cosec C. C hypotenuse 13, opposite side C ക്ക് opposite side എന്ന് പറയുന്നത് or perpendicular എന്ന് പറയുന്നത് AB ആണ്. AC by AB equal to 13/5. അതും കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ tan A cosec A sec squared A minus tan squared A ആണ്. sec squared A minus tan squared A കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് sec A കണ്ടുപിടിക്കാം. sec A is hypotenuse by base. hypotenuse by adjacent side അല്ലെങ്കിൽ hypotenuse by base ആണ് sec A. So sec A is AC by AB. AC by AB equal to 13/5. tan A നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. tan A we had found as 12/5. So sec squared A minus tan squared A is question. Question is sec squared A minus tan squared A. sec A എന്ന് പറയുന്നത് 13/5. 13/5 whole square minus tan A എന്ന് പറയുന്നത് 12/5 whole square equal to 169/25 minus 144/25 equal to 25/25 equal to 1. So sec squared A minus tan squared A യും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ 2 ചെയ്യാം. നെക്സ്റ്റ് എക്സാമ്പിൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്, സെലിന പബ്ലിക്കേഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. In a right angled triangle, if angle A is acute and cot A is 4/3, find the remaining trigonometric ratio. That is the question. Question കാണുന്നില്ലെങ്കിൽ ഞാൻ ഒന്ന് വലുതാക്കാം. Hope it is visible now. In a right angled triangle, if angle A is acute, cot A equal to 4/3, find the remaining trigonometric ratios. So triangle ഇവിടെ സൈഡിൽ വരച്ചിട്ടുണ്ട്. This is the triangle, right angled triangle. It is right angled at B and we have given cot A.
ബാക്കിയുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ് നമുക്ക് കണ്ടുപിടിക്കണം. ബാക്കിയുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് സൈൻ എ, കോസ് എ, ടാൻ എ എല്ലാമാണ് കണ്ടുപിടിക്കേണ്ടത്. സൈൻ എ, കോസ് എ, ടാൻ എ എല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറിയാം ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും അറിയണം. ഇവിടെ നമുക്ക് ആകെ തന്നിരിക്കുന്നത് വാട്ട് ഈസ് ഗിവൺ. എപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാട്ട് ഈസ് ഗിവൺ, വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഈ 2 കാര്യങ്ങൾ അറിഞ്ഞാൽ ദ പാത്ത് വിൽ ബി ക്ലിയർ. നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഏത് പ്രോബ്ലത്തിൻ്റെ, അതിപ്പോൾ മാത്സിലെ പ്രോബ്ലം എന്നുള്ളതല്ല, നിങ്ങൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും എവിടെയാണെങ്കിലും ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് വാട്ട് ഈസ് ഗിവൺ, ദെൻ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ആൻഡ് ഹൗ വി ക്യാൻ ഫൗണ്ട് ഔട്ട് വാട്ട് വി വാണ്ട് ഫ്രം വാട്ട് ഈസ് ഗിവൺ. നമുക്ക് തന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ചിന്തിച്ചാൽ ദ പ്രോബ്ലം ഈസ് സോൾവ്. നമുക്കത് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താ, കോട്ട് എ ആണ്. കോട്ട് എ തന്നിട്ടുണ്ട്. കോട്ട് എ ഈസ് ഗിവൺ. കോട്ട് എ എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 4/3. കോട്ട് എ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. കോട്ട് ഓഫ് എനി ആംഗിൾ ഈസ് base by perpendicular or adjacent side by opposite side. So base by perpendicular or adjacent side by opposite side is 4/3. So A എന്നുള്ളതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എ ആംഗിൾ എയുടെ ബേസ് അല്ലെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ഈസ് 4 ടൈംസ് എനി വാല്യൂ 4x ആൻഡ് ഓപ്പോസിറ്റ് സൈഡ് ഈസ് 3x. അതുകൊണ്ടാണ് ഞാൻ എ ബി എന്ന് പറയുന്നത് 4x എന്നും ബി സി എന്ന് പറയുന്നത് 3x എന്നും. എയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത് എ ബി ആണ്. എയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ബി സി ആണ്. So AB can be taken as 4x or 4x value and BC can be taken as 3x. So we can found AC. AC is the hypotenuse. AC equal to or AC square equal to AB square plus BC square equal to 4x whole square plus 3x whole square or 16x square plus 9x square equal to 25x square or AC equal to 5x. Root 25x square, AC is root AC square, so AC equal to 5x, or we can mark here 5x. AC is 5x. Now we can find the remaining angles. First we can find sin A. Sin A is perpendicular by hypotenuse. Opposite side by hypotenuse അല്ലെങ്കിൽ perpendicular by hypotenuse. ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തിനാണ് വീണ്ടും വീണ്ടും ഇത് എഴുതുന്നതെന്ന് വെച്ചാൽ നിങ്ങളത് കണ്ട് നിങ്ങളും എഴുതി പഠിച്ച് ശീലിക്കാനാണ്. ഓക്കെ, സോ പെർപെൻഡിക്കുലർ ഈസ് 3x by hypotenuse is 5x. Before that, what is the perpendicular, what is the hypotenuse? For angle A, perpendicular is BC. Opposite side or perpendicular is BC. Hypotenuse is AC. So BC by AC equal to 3x by 5x, which is equal to 3/5. Clear? Next, we can found cos A. Cos A equal to base by hypotenuse. That we can do in the next page, I think.
നമുക്ക് ഈ ട്രയാങ്കിൾ അങ്ങോട്ട് എടുത്തിടാം. Cos A is base by hypotenuse or adjacent side by hypotenuse. Base by hypotenuse or adjacent side by hypotenuse. Equal to AB by AC. Equal AB is 4x, AC is 5x, equal to 4 by 3. Tan A, next value tan A equal to opposite side by adjacent side or perpendicular by base. Tan A is perpendicular by base or opposite side by adjacent side. Opposite side to A is BC. BC by AB equal 3x by 4x equal to 3 by 4. Tan A കണ്ടുപിടിച്ചു. Next is sin cos tan I CK. CK equal to hypotenuse by base. Hypotenuse by base. A hypotenuse is AC, base is AB, equal to 5x by 4x equal to 5 by 4. CK also I got it. Next is cosec. Cosec is hypotenuse by perpendicular. Hypotenuse by perpendicular is AC by BC equal to 5x by 3x equal to 5 by 3. Finally, cot A. Cot A is base by perpendicular. That is base by perpendicular. 4x base is AB by BC equal to 4x by 3x, that is 4 by 3. Problem ചെയ്തു. നമുക്കിനി തേർഡ് എക്സാമ്പിൾ നോക്കാം. തേർഡ് എക്സാമ്പിളിൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഗിവൺ 13 sin A equal to 12, find CK minus tan A, find 1 minus cos squared A minus tan squared A എന്നുള്ളതാണ്. 1 by cos squared A minus tan squared A. So given 13 sin A equal to 12. 13 sin A equal to 12. So we can write sin A equal to 12 by 13. Sin A is
opposite side by hypotenuse. Sin A is opposite side by hypotenuse or perpendicular by hypotenuse. Side opposite to or side perpendicular to A is BC. So we can write BC as 12x and AC hypotenuse as AC as 13x. That's why we have written so. നമുക്കിനി റിമൈനിങ് ആംഗിൾ കണ്ടുപിടിക്കണം. റിമൈനിങ് ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എ സിയും ബി സിയും അറിയാം. എ സിയും ബി സിയും അറിയുന്ന സ്ഥിതിക്ക് നമുക്ക് ബാക്കി ആംഗിൾസ് കണ്ടുപിടിക്കാനായി എന്ത് ചെയ്യുന്നു? ബാക്കി സൈഡ്സ് കണ്ടുപിടിക്കണം. ബാക്കി സൈഡ്സ് കണ്ടുപിടിക്കാൻ ബാക്കി ഇനി കണ്ടുപിടിക്കാനുള്ളത് എ ബി ആണ്. എ ബി സ്ക്വയർ ഈക്വൽ ടു ബൈ പൈത്തഗോറസ് തിയറം വി ക്യാൻ റൈറ്റ് എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ ഈക്വൽ ടു 13x whole square minus 12x whole square equal 169 minus 144x square equal to 25x square, or AB equal to root 25x square, that is 5x. AB കിട്ടി. So AB is 5x. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. സി കെ മൈനസ് ടാൻ എ ആണ് ചോദിച്ചിരിക്കുന്നത്. സി കെ മൈനസ് ടാൻ എ. Seek. First we can find seek, then ck, then tan a. Ck. Ca is hypotenuse by base. Hypotenuse by base. Hypotenuse is AC by base with reference to angle A is AB equal to 13x by 5x equal to 13 by 5. CK കണ്ടുപിടിച്ചു. ഇനി tan A കണ്ടുപിടിക്കാം. Tan A equal to perpendicular by base. Perpendicular by base. ഞാൻ ഫുൾ എഴുതുന്നില്ല. Perpendicular by base. Perpendicular with respect to A is BC. Base with respect to A is AB. So 12x by 5x equal to 12 by 5. CK യും tan A യും കണ്ടുപിടിച്ചു. So CK minus tan A CK is 13 by 5, tan A is 12 by 5. CK minus tan A equal to 13 by 5 minus 12 by 5 equal to 1 by 5. That's it. Next question is 1 by cos squared A minus tan squared A. Figure is here. First we can find cos squared A. Cos squared A means cos A whole square. Cos A is adjacent side by hypotenuse or base by hypotenuse. Base by hypotenuse. First write cos A. Cos A equal to base by hypotenuse or adjacent side by hypotenuse, that is AB by AC equal to 5x by 13x equal to 5 by 13. Cos squared A equal to cos A whole square, 5 by 13 whole square. So
Question is 1 by cos squared a minus tan squared a. 1 by cos squared a means 1 by 5 by 13 whole square minus tan squared a is tan a we had found 12 by 15. So tan squared a is 12 by 15 whole square. So on solving we get 1. How? 169. Reciprocating this will become 1 by 25 by 169 minus 144 by 25. This is 12 by 5, not 12 by 15. 12 by 5 whole square. Equal 169 by 25. 169 by 25 minus 144 by 25 equal to 25 by 25 equal 1. So the value is 1.